എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നും എന്നത്തെയും പോലെ തന്നെ അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സാണ്. കുറേ പേര് ആവശ്യപ്പെട്ട പ്രകാരമുള്ള ഒരു ടിപ്സാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ടിപ്സായിരുന്നു ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ഇട്ടത്. അതായത് മുടി കറക്കാനായിട്ട് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു ടിപ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്ത് നോക്കുന്നുണ്ട്. അത് ചെയ്ത് നോക്കാൻ തുടങ്ങി, ഇന്നലെ തന്നെ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് എല്ലാം ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ഓരോ ടിപ്സും ഞാൻ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ ടിപ്സുകളാണ് കൂടുതലും ഇടുന്നത്. നമുക്കത് കറക്റ്റ് രീതിയിൽ ഓരോന്നും പറയുന്നതനുസരിച്ച് ഉപയോഗിച്ച് പോവുകയാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് കുറേ പേരുടെ ആവശ്യപ്രകാരമുള്ള ഒരു ടിപ്സാണ്. അതായത് എല്ലാവരുടെ ഒരു പ്രശ്നമാണ് ഹെയർ ഫോൾസ്. അതുപോലെ തന്നെയുള്ളൊരു പ്രശ്നമാണ് തലയിലെ താരല്ലേ. തലയിലെ താരനാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ മുടി കൊഴിച്ചിൽ തുടങ്ങുന്നതിന്. അതുപോലെ തന്നെ ചിലർക്ക് താരം കൂടിയിട്ട് ഭയങ്കര ബാഡ് സ്മെല്ലും അതുപോലെ തന്നെ ചൊറിച്ചിലും തലയ്ക്കകത്ത് കുരുക്കൾ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് അലർജി മൂലം. അപ്പോൾ ആദ്യം താരൻ ചെറിയ പൊടിയായിട്ട് തുടങ്ങും. പിന്നെ അതിനുശേഷം അത് പറ്റിപ്പിടിച്ച താരനാകും, ഡ്രൈ താരനാകും, അങ്ങനെ ഫംഗലായിട്ടൊക്കെ മാറും. താരനെ ഒരു ഫംഗലാണ്. അപ്പോൾ ഇത് നമ്മൾ കളഞ്ഞു പോയില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുടി നിറയെ ഇതാകും. പിന്നെ മുടി കൊഴിച്ചിൽ ധാരാളമായിട്ടുണ്ടാകും. പെട്ടെന്ന് മുടി പൊട്ടിപ്പോകും. മുടിയുടെ സ്വാഭാവികത മുഴുവൻ നഷ്ടപ്പെടും പതുക്കെ നമ്മളത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് ഒക്കെ കളയാനായിട്ട്. അത് നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നതിന് വേറെ കുറേ കാരണങ്ങളുണ്ട്. ഡാൻഡ്രഫ് കൊണ്ടല്ലാതെ ടെൻഷന്, അതുപോലെ തന്നെ എന്താ പറയുക, പിന്നെ ഹോർമോണിൻ്റെ വ്യതിയാനം, അതുപോലെ തന്നെ നമ്മുടെ PCOD, ഫൈബ്രോയിഡ്, ഇങ്ങനത്തുള്ള പ്രശ്നമുള്ളവർക്കൊക്കെ മുടി കൊഴിച്ചിലുണ്ടാവാം. ടെൻഷൻ അടിക്കുന്നവർക്ക് മെയിനായിട്ടും നല്ല മുടി കൊഴിച്ചിലുണ്ടാവും. പിന്നെ തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർക്ക് മുടി കൊഴിച്ചിലുണ്ടാവും. ഇങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പം മെയിനായിട്ടും തൈറോയിഡൊക്കെ ഉള്ളവർ ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒരുമാതിരി ഒരു 40 വയസ്സ് 50 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തൈറോയിഡൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, ഷുഗർ ചെക്ക് ചെയ്ത് നോക്കുക, കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിൻ്റെ ആവശ്യമാണ്. നമ്മളെല്ലാം വന്ന് കൂടിയതിന് ശേഷമല്ല ചെക്ക് ചെയ്യേണ്ടത്. ഒരു 3-4 മാസം കൂടുമ്പോഴെങ്കിലും ഷുഗർ ചെക്ക് ചെയ്യുക. 6 മാസത്തിൽ ഒരിക്കൽ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക. അപ്പോൾ BP ചെക്ക് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പോകണം. നമുക്ക് BP കൂടുന്നുണ്ടോ കൊളസ്ട്രോൾ കൂടുന്നു നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. നമ്മൾ ചെക്കിങ്ങിലൂടെ മാത്രമേ അത് ചെയ്ത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പരിഹരിച്ച് കൊണ്ടുപോകാൻ പറ്റും. കൂടിക്കഴിഞ്ഞാൽ പിന്നെ മരുന്നായി, പിന്നെ അത് മരുന്ന് കഴിക്കാതെ പറ്റാതായി, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഏതൊരു കാര്യവും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് അറിഞ്ഞും കണ്ടും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമായിട്ടത് മാറും അല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് താരന് മാത്രമല്ല നന്നായിട്ട് മുടി വളരുകയും ചെയ്യും. ഇത് ഏത് പിള്ളേർക്കും ഉപയോഗിക്കാം. അതായത് ഞാൻ ഏത് പിള്ളേരെന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേർ, തീരെ കുഞ്ഞു കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ട. 15 വയസ്സ് മുതൽ ഏത് കുഞ്ഞുങ്ങൾക്കും ഉപയോഗിക്കാം. 10-12 ഒക്കെ വയസ്സായ പിള്ളേർക്ക് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഉണ്ടാക്കിയ അന്നേരം തന്നെ നിങ്ങൾ ഉപയോഗിക്കണം. എന്നാലാണ് നമുക്ക് 100% റിസൾട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് അപ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മുടിക്ക് നല്ല കറുപ്പും കിട്ടും. അതുപോലെ തന്നെ ഡാൻഡ്രഫ് എല്ലാം നമുക്ക് നന്നായിട്ട് ഡാൻഡ്രഫ് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് അതിനനുസരിച്ച് ചെയ്തു പോവുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് എനിക്ക് കാര്യം പറയാനുണ്ട്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആൾക്കാർ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ കൂടെ തന്നെ കണ്ടുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് ഒരു ലൈക്ക് തരാനും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ചെറിയുള്ളി കേട്ടോ. അപ്പോൾ ഈ ചെറിയുള്ളി എന്ന് പറയുമ്പോൾ ഞാൻ 2, 3, 4, 5, 6, 7 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. 7 ചെറിയുള്ളി. അപ്പോൾ നമ്മുടെ തലയെ തേക്കാനായിട്ട് ഒരുമാതിരി എനിക്ക് കുറച്ച് മുടിയുണ്ട്. അപ്പം പിന്നെ അതായത് നമ്മുടെ ഒരു നല്ലപോലെ മുടിയുള്ളവർ ഒരു 8-9 എണ്ണമൊക്കെ എടുക്കാം. അല്ലാത്തവർ 7 എണ്ണം. കുറച്ച് മുടിയുള്ളവർക്കൊക്കെ ഒരു 4 എണ്ണം മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരളവിൽ നിങ്ങൾ എടുക്കണം. അപ്പോൾ ഇത്ര ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തൊലി കളഞ്ഞിട്ട് എടുക്കാവേ. അപ്പോൾ ഞാൻ ആ ഉള്ളിയുടെ തൊലി എല്ലാം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ ഒന്ന് നല്ലതായിട്ടൊന്ന് അരച്ചോട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അരിപ്പയ്ക്കകത്ത് വേണമെങ്കിലും നന്നായിട്ട് ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ എന്താണ് ഞാൻ ഇങ്ങനെ ഈ കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ വേണേൽ കൈ കൊണ്ട് വേണമെങ്കിലും പിഴിയാം, ഇല്ലെങ്കിൽ അരിപ്പയിലാണെങ്കിലും പിഴിഞ്ഞെടുക്കാം. നല്ല പോലെ നീര് പിഴിഞ്ഞെടുക്കണം.
ഉണ്ടോ, ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കണേ. നല്ല റിസൾട്ടാണ് ഇതിന്. നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങളിത് പരീക്ഷിച്ച് നോക്കണം, എന്നാലേ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഡാൻഡ്രഫൊക്കെ പമ്പ കിടക്കും കേട്ടോ, താരനൊക്കെ പമ്പ കിടക്കുന്ന ഒരു സാധനമാണിത്. അതുപോലെ തന്നെ മുടിയിലുണ്ടാകുന്ന ബാഡ് സ്മെല്ല് മാറാനായിട്ട് ഒക്കെ നല്ലതാണ്. അപ്പം നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ വെക്കാം. നമുക്കിതൊന്നിങ്ങനെ അടച്ചു വെക്കാം, കാരണം ഒരു ഗ്യാസ് ഉണ്ടല്ലോ ഈ ഉള്ളിക്കൊക്കെ, അപ്പം അത് പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ അടച്ചു വെക്കണം. ഇത് നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് കാണിക്കാം. കുറച്ച് വെള്ളം അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. നമുക്ക് ഇതുപോലൊരു ബൗളിനകത്തോ ഇതുപോലൊരു ചെറിയ പാത്രത്തിനകത്തോ ആവശ്യമുള്ളത്ര നല്ല വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിലാവാം, അല്ലെങ്കിൽ നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാകാം. ഇത് നാടൻ വേണം. വെള്ളം തിരിച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും ഡയറക്റ്റ് ഇത് ചൂടാക്കരുത്, ഇതിങ്ങനെ ചൂടാക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്കത് പുറത്തോട്ട് എടുക്കാവേ. ഡയറക്റ്റ് അടുപ്പിൽ വെച്ച് ചൂടാക്കുകയോ ചെയ്യരുത്, ഇങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. വീഡിയോ കണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണേ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്കിതിന് പുറത്തോട്ട് എടുക്കാം. ഇത് പുറത്തോട്ട് എടുത്തിട്ടുണ്ട് നമ്മളെ. അപ്പോൾ ചൂടായ എണ്ണ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് നിങ്ങളുടെ തലമുടിക്ക് ആവശ്യമുള്ള എണ്ണ, കൂടുതൽ മുടിയുള്ളവർ ഇച്ചിരി കൂടുതൽ എടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഉള്ളിയുടെ ജ്യൂസ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കർപ്പൂരത്തിൻ്റെ ക്യാപ്സ്യൂള്. ഇത് കടയിലൊക്കെ നമ്മുടെ ഷോപ്പിലൊക്കെ, അതായത് പലചരക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കർപ്പൂരം ക്യാപ്സ്യൂള്. അപ്പോൾ വളരെ കുറച്ച് മുടിയുള്ളവർ ഇതിൻ്റെ ഒരു പകുതി, ഇതിൻ്റെ ചിലപ്പോൾ കട്ടിയുള്ളതായിരിക്കും കിട്ടുന്നത്. കട്ടിയുള്ളതാണെങ്കിൽ ഇതിൻ്റെ പകുതി കുറച്ച് മുടിയുള്ളവർക്ക് ഇട്ടാൽ മതി. കുറച്ച് കൂടുതൽ മുടിയുള്ളവർക്ക് ഒരെണ്ണം തന്നെ ചേർക്കണം. പിന്നെ ഇതിൻ്റെ കട്ടി കുറഞ്ഞതാണെങ്കിൽ ഒരെണ്ണം നിങ്ങൾക്ക് കുറച്ച് മുടിയുള്ളവർക്ക് ചേർക്കാം. അതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട്. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഇത് മുടി കൊഴിച്ചിലുണ്ടാവും. കറക്റ്റ് രീതിയിൽ ഇടുവാണെങ്കിൽ ഇത് മുടി കൊഴിച്ചിനെ ഒത്തിരി തടയുന്നതാണ്. നമ്മുടെ ഒത്തിരി ഹെയർ ഫോൾസൊക്കെ കുറയ്ക്കാനായിട്ട് നല്ലൊരു സംഭവമാണ് ഈ കർപ്പൂരം. നിങ്ങളൊന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ നല്ല റിസൾട്ടാണ് ഇത്. നമ്മൾ ഒരുപാട് ചെറുപ്പകാലം മുതൽക്കൊക്കെ നമ്മുടെ അമ്മച്ചിമാർ എൻ്റെ തലയിലൊക്കെ ഇതുപോലെ വെളിച്ചെണ്ണയ്ക്കകത്ത് മിക്സ് ചെയ്ത് താരം പോകാനായിട്ടും ഒക്കെ ഇത് തേച്ച് തന്നിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളിത് നോക്കിക്കൊണ്ടിരിക്കരുത്, ചെറു ചൂടോടെ തന്നെ നമ്മുടെ തലയിൽ തേക്കണം. അപ്പം നല്ലോണം കൈകൊണ്ട് പൊടിച്ചാൽ തന്നെ നന്നായിട്ട് പൊടിഞ്ഞു വരും. ഒരിക്കലും പേപ്പറിൻ്റെ മണ്ടലിട്ടൊന്ന് ചതക്കരുത്, അപ്പോൾ ചതഞ്ഞിരിക്കും, പൊടിയത്തില്ല. ഇങ്ങനെ ജസ്റ്റ് കൈകൊണ്ട് പൊടിച്ചിടാനുള്ളതേ ഉള്ളൂ ഈ കർപ്പൂരത്തിൻ്റെ ക്യാപ്സൂൾ കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം, കൊടുക്കാം. അപ്പോൾ ഇതിനിയും വെച്ചേക്കരുത്, ഉടനെ തന്നെ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യണം. സ്കാൾപ്പിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് മുടി തേക്കാനായിട്ട് മുടി നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്യുക. ചെടയെല്ലാം എടുക്കുക മുടിയിൽ. കോമ്പ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പല്ല് അടുത്ത ഭാഗം കൊണ്ട് ചെയ്തത് അകന്ന ഭാഗം കൊണ്ട് ചെയ്യാവുള്ളൂ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ടെയിൽ കോമ്പ് വേണമെങ്കിൽ ബ്യൂട്ടി ഷോപ്പുകൾ വാങ്ങിക്കാൻ കിട്ടും, ലേഡീസ് സെൻ്ററിൽ വാങ്ങിക്കാൻ കിട്ടും. അതായത് വാല് നീണ്ടൊരു കോമ്പ് വാങ്ങിക്കാൻ കിട്ടും. അതിൽ പാർട്ടീഷനായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് പാർട്ടീഷനായിട്ട് എടുക്കാം. എന്നിട്ട് കയ്യിൽ ഡിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതുപോലെ തേക്കാം, അല്ലെങ്കിൽ കോട്ടൺ ഡിപ്പ് ചെയ്തിട്ടും ഇതുപോലെ സ്കാൾപ്പിലെല്ലാം നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഓടിച്ചു വിടുകയാണ്, ഒത്തിരി നീണ്ടു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് സ്കാൾപ്പിൽ നല്ലപോലെ തേക്കണം. ഓരോ പാർട്ടീഷൻ എടുത്തിട്ട് നല്ലതായിട്ട് ഇത് സ്കാൾപ്പിലാണ് മെയിനായിട്ട് തേക്കേണ്ടത്. നമ്മുടെ സ്കാൾപ്പിൽ എന്ത് നല്ലതായിട്ട് തേക്കുന്നോ അതാണ് നമ്മുടെ മുടിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പം നല്ല മുടിയൊക്കെ ഉള്ളവർ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണം. കുറച്ച് മുടിയൊക്കെ ഉള്ളവർക്ക് എളുപ്പമാണ് തേക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഈ ഒരു മസാജൊക്കെ കൊടുക്കുക. നമുക്ക് കുറച്ച് കൈയൊക്കെ കഴിക്കും, മാക്സിമം 5 മിനിറ്റ് മസാജ് കൊടുക്കണം, എന്നാലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. നമ്മുടെ കൈയൊക്കെ കഴിക്കുമ്പോൾ ഇതുപോലെ ഒരു കൈ വെച്ച് ചെയ്യുക, പിന്നീട് അപ്പുറത്തെ വശം അപ്പുറത്തെ കൈ വെച്ച് ചെയ്യുക. ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. കൈ കഴിക്കുമ്പോൾ പ്രായമായി വരുമ്പോൾ നമ്മുടെ കൈയൊക്കെ കഴിച്ചു തുടങ്ങുമല്ലോ, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് 2 കൈ കൊണ്ടും ഇതുപോലെ ചെയ്യുക. ഞാൻ കാണിക്കുന്ന മസാജ് സ്റ്റെപ്പെല്ലാം ഇതുപോലെ നല്ലപോലെ ചെയ്ത് ഞാൻ ഒരു 5 മിനിറ്റ് മസാജ് എപ്പോഴും ഹെയറിൽ ചെയ്യുമ്പോഴത്തേനും അപ്പോൾ നമുക്ക് തലയിലൊക്കെ നല്ല രക്തയോട്ടം കിട്ടും. രക്തയോട്ടം കിട്ടുമ്പോഴാണ് നമ്മുടെ മുടിയൊക്കെ നല്ല സിൽക്കി ആയിട്ടും ഷൈനിങ് ആയിട്ടും എണ്ണയൊക്കെ നന്നായിട്ട് പിടിക്കുകയും അതുപോലെ തന്നെ മുടി വളർച്ചയെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നല്ലൊരു മസാജ് ആവശ്യമാണ്. നിങ്ങൾ
നിങ്ങൾക്ക് 5 മിനിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3 മിനിറ്റെങ്കിലും ചെയ്യുക. നമ്മുടെ കുഞ്ഞുമക്കൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതായിട്ട് ഇതുപോലെ കോമ്പ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ പല്ല് അടുത്ത വശം കൊണ്ട് ചീവരുത്, പല്ല് അകന്നിരിക്കുന്ന വശം കൊണ്ട് ചീവിയിട്ട് ഇതുപോലെ നന്നായിട്ട് കെട്ടി ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ വെള്ളത്തിൽ മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയുക. ഒരുപാട് വീര്യം കൂടിയ ഷാമ്പുകൾ, ഹെർബൽ ഷാമ്പു ഒക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് ഉപയോഗിച്ച് കഴുകിക്കളയുക. ഇങ്ങനെ ആഴ്ച 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ മുടി കൊഴിച്ചിലും ഡാൻഡ്രഫും എല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്ന കാര്യമെല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പം ചെറിയ മസാജ് കൊടുക്കണം, മസ്റ്റാണ് മസാജ് കൊടുക്കേണ്ടത്. നമ്മൾ ഏത് ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ തേക്കുമ്പോഴും മെയിനായിട്ടും എല്ലാവർക്കും ഉള്ളൊരു പരിപാടിയാണ് തലയിൽ എണ്ണ തേക്കുമ്പോൾ ഇങ്ങനെ എവിടെയെല്ലാം തേച്ചിട്ട് വേഗം പരിപാടി കഴിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്തരുത്. ഏതെണ്ണ യൂസ് ചെയ്താലും നമ്മൾ ഒന്നെങ്കിൽ ഒരു കോട്ടനെ മുക്കിയിട്ട് നമ്മുടെ ടെയിൽ കോമ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ നമ്മുടെ ബ്യൂട്ടി ഷോപ്പുകളിലും അതുപോലെ തന്നെ ലേഡീസ് സെൻ്ററിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ഒരു വാല് പൊളിപ്പിക്കുന്ന, പുറകിലൊരു വാല് പൊളിപ്പിക്കുന്ന ഒരു കോമ്പ്, അത് വെച്ച് നമ്മളിങ്ങനെ പെട്ടെന്ന് പാർട്ടീഷൻ എടുക്കാൻ, നമുക്ക് പെട്ടെന്ന് പാർട്ടീഷൻ വകഞ്ഞെടുക്കാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ കൈവച്ചാണെങ്കിലും വകഞ്ഞെടുത്തിട്ട് നമുക്ക് തന്നെത്താനെ ചെയ്യാവുന്നതേ ഉള്ളൂ. കോട്ടണിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുക. കൈ കൊണ്ട് തേച്ച് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റുന്ന രീതിയിൽ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എല്ലാം മൊത്തം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യണം. ഏതൊരു കാര്യവും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ മുടിക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ, മുടിയുടെ വളർച്ചയെ സഹായിക്കത്തുള്ളൂ, അതുപോലെ തന്നെ മുടി വേരുകളിലോട്ട് ഇറങ്ങത്തുള്ളൂ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ മസാജാണ്. മസ്റ്റായിട്ടും മസാജ് നല്ലതായിട്ട് ചെയ്യണം. മാക്സിമം നിങ്ങൾക്ക് 5 മിനിറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3 മിനിറ്റെങ്കിലും മസാജ് ചെയ്യണം. അപ്പോൾ നമുക്ക് മസാജ് ചെയ്യാനായിട്ട് ഞാൻ അതിനകത്ത് കാണിച്ചോളൂ. അതിനെ കൈയൊക്കെ കഴുകുവാണെന്നുണ്ടെങ്കിൽ ഒരു കൈ വെച്ച് ചെയ്യുക, പിന്നെ അടുത്ത കൈ വെച്ച് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ചെയ്തു പോയാൽ മതി. ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് വരാനായിട്ടാണ് നമ്മൾ മസാജ് ചെയ്യുന്നത്. ഫേസിലാണെങ്കിലും തലയിലാണെങ്കിലും എല്ലാം. എന്നാൽ മാത്രമേ നല്ല രീതിയിലുള്ള രക്തയോട്ടം നമുക്ക് ഉണ്ടാകത്തുള്ളൂ. ഈ രക്തയോട്ടം ഉണ്ടാകുന്നത് മൂലമാണ് നമുക്ക് ആ ഒരു വളർച്ച, പെട്ടെന്നുള്ള വേഗത്തിലുള്ള വളർച്ചയെ സഹായിക്കുന്നത്. മസാജ് എപ്പോഴും മസ്റ്റാണ്. ഏതൊരു കാര്യം ചെയ്താലും നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പം മുടി വളർച്ച വേഗത്തിലാക്കും, രക്തയോട്ടം ഉണ്ടാകുന്നത് കൊണ്ട്. അതിനാണ് മസാജ് കൊടുക്കാൻ പറഞ്ഞത്. അപ്പം നല്ല പെട്ടെന്ന് അബ്സോർവ് ചെയ്യും സ്കാൽപ്പിലോട്ട്. ഈ ഒരു നമ്മുടെ ഇത് തേക്കുന്ന മൂലം ഡ്രൈനെസ് മാറി കിട്ടും. ഉള്ളിനീരൊക്കെ ഡ്രൈനെസ് മാറാനായിട്ട് ഒത്തിരി നല്ലതാണ്. അതുപോലെ ഉള്ളിക്കൊരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു സ്മെല്ലാണ് നമ്മുടെ ആ ഒരു താരനെയൊക്കെ മാറ്റിക്കളയുന്നത്. ഒരു ഫംഗലാണ് താരൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഉള്ളിനീര് നല്ലതാണ്, സവോളയുടെ നീര് നല്ലതാണ്. പക്ഷേ ഉള്ളിനീരാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തു പോവുക, നല്ല റിസൾട്ട് കിട്ടും. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്തു പോവുക. ഒരുപാട് കട്ടിത്താരനൊക്കെ ഉള്ളവരെ ഒരു 5 ദിവസം അടുപ്പിച്ച് ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് മാത്രം തലയിൽ വെച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾ പിന്നെ നോർമൽ വാട്ടറിൽ മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച്, ഒത്തിരി വീര്യം കൂടിയ ഷാമ്പു അല്ലാതെ ബേബി ഷാമ്പുവോ അല്ലെങ്കിൽ നല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന മൈൽഡ് ആയുർവേദിക് ഹെർബൽ ഷാമ്പുവോ പ്രോട്ടീൻ ഷാമ്പുവോ ഏതൊരു ഷാമ്പു ഉപയോഗിച്ചിട്ട്, ഷാമ്പു ഉപയോഗിക്കുമ്പോൾ വെള്ളം ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. 1-2 തുള്ളി ഇട്ടതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം മിക്സ് ചെയ്തിട്ട് വേണം തലയിൽ തേക്കാനായിട്ട്. എന്നിട്ടൊരു കണ്ടീഷണറോട് അപ്ലൈ ചെയ്തോളൂ. എപ്പോഴും ഷാമ്പു ഇടുമ്പോൾ കണ്ടീഷണർ മസ്റ്റായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോയാൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. തീർച്ചയായിട്ടും ഞാൻ 100% റിസൾട്ട് കിട്ടുന്ന നല്ലൊരു സൊല്യൂഷനാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതുപോലെ ചെയ്തു നോക്കാൻ മറക്കല്ലേ. അപ്പോൾ നാളെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.